ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മനോഹർ രാത്രിയായപ്പോൾ ചിന്തിക്കുന്നുണ്ട്, ഇനിയിപ്പം സരയൂരിനെ വിട്ട് കളഞ്ഞാലും ഞാൻ വേറൊരു കമ്പനിയെ കയറി പിടിച്ചിട്ടുണ്ട്, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതാണല്ലോ എൻ്റെ ബിസിനസ്. അതുകൊണ്ട് പുതിയ ഓരോരുത്തരെ കിട്ടുമ്പോഴും കൊളുത്തിയിടാതെ വിടുന്നത് ശരിയല്ല. ഏതായാലും നമ്പർ കിട്ടിയ സ്ഥിതിക്ക് ഒന്ന് വിളിച്ച് നോക്കാതിരിക്കുന്നത് ഒട്ടും ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് നേരെ നമ്മുടെ മാഗ്നയെ കോൾ ചെയ്യാണ്. മാഗ്ന ആണെങ്കിൽ കല്യാണിയുടെ വീട്ടിൽ രാത്രി കിടക്കാനുള്ള തയ്യാറെടുപ്പൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബെഡ്ഷീറ്റൊക്കെ മുട്ടി വിരിച്ച് കിടക്കാൻ വേണ്ടി പോകുമ്പോഴാണ് ഫോൺ ബെല്ലടിയുന്നത്. എടുത്തു നോക്കുന്ന സമയത്ത് പരിചയമില്ലാത്ത നമ്പറാണ്. ഹലോ. അപ്പം മനോഹർ പറയുന്നുണ്ട്, മനസ്സിലായോ എന്നെ? അപ്പം മാഗ്ന പറയാണ്, ഇല്ലല്ലോ, ഇന്ന് നമ്മൾ വഴിയിൽ വെച്ച് പരിചയപ്പെട്ടിരുന്നു. മനോഹർ ചെറുതായിട്ടൊന്ന് ചമ്മുന്നുണ്ട്. ഒരു റോണിയെ, അയാളാ? അപ്പം മാഗ്ന ആലോചിച്ചെടുത്തിട്ട് പറയുന്നുണ്ട്, ഓ, ഇന്നാണല്ലോ ഞാൻ ആദ്യമായിട്ട് കണ്ടത്, അതുകൊണ്ടാ ശബ്ദം മനസ്സിലാവാത്തെ. പെട്ടെന്ന് തന്നെ മനോഹർ കയറി അങ്ങ് കൊളുത്തുകയാണ്. മനോഹർ പറയുന്നുണ്ട്, പക്ഷെ ഞാൻ പറഞ്ഞത് സത്യ, ഞാൻ മാഗ്നയെ എവിടെയൊക്കെയോ വെച്ച് കണ്ടിട്ടുണ്ട്, പക്ഷേ എവിടെ വെച്ചാണെന്ന് ഓർക്കുന്നില്ല. അതിങ്ങനെ മനസ്സിൽ വന്ന് നിൽക്കുക, പക്ഷെ എവിടെ വെച്ചാണെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. പക്ഷേ മാഗ്ന വിചാരിക്കുന്നുണ്ട് ഇയാൾ എന്തോ ഒരു സംസാരം എന്നൊക്കെ ഉള്ളൊരു ഇറിറ്റേഷനിലാണ് മാഗ്ന ഇരിക്കുന്നത്. പക്ഷേ മാഗ്ന അതിനുശേഷം പറയുന്നുണ്ട്, ഇന്ന് ഞാൻ സാറിനെ പിന്നെ ഓർത്തായിരുന്നു. ഓ, അത് കേട്ടപ്പം മനോഹറിൻ്റെ മനസ്സിൽ ലഡ്ഡു പൊട്ടുകയാണ്. പക്ഷേ മാഗ്ന പറയുന്നുണ്ട്, ഞാൻ സാറിനെ ഇന്ന് തന്നെയാണ് കാണുന്നത് ആദ്യമായിട്ട്. അപ്പോൾ പിന്നെ നേരെ അടുത്ത വലിയങ്ങ് വിളിക്കുകയാണ്. ഓ, അത് ശരി, അപ്പോൾ എനിക്ക് തന്നെയാണോ തെറ്റിയത്? അത് പിന്നെ ഈ മുജ്ജന്മത്തിൽ അടുപ്പമുള്ളവരെ ഈ ജന്മത്തിൽ കണ്ടുമുട്ടുന്നൊക്കെയാണ് പറയാറ്. അടുത്ത ചൂണ്ടിടുകയാണ്. അപ്പം മാഗ്ന ചിരിച്ചുകൊണ്ട് കേട്ട് നിൽക്കുകയാണ്, വലിയ ഇറിറ്റേഷനൊന്നും ഇല്ലാത്ത രീതിയിൽ. അപ്പം മനോഹർ പറയുന്നുണ്ട്, അതുകൊണ്ടായിരിക്കും ഈ ജന്മത്തിൽ പരിചയപ്പെട്ടത്. എല്ലാ സൗഹൃദങ്ങളും നല്ലതാണെന്നല്ലേ? അപ്പം മാഗ്ന പറയുന്നുണ്ട്, അതെ, എന്നാ വെച്ചേക്കട്ടെ സർ. മാഗ്ന കോള് കട്ട് ചെയ്യാൻ വേണ്ടി ചോദിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ മനോഹർ പറയുന്നുണ്ട്, അല്ല, വിളിച്ച സ്ഥിതിക്ക് ഒന്ന് രണ്ട് വാക്ക് കൂടെ സംസാരിക്കാം. ഞാൻ ബാച്ചിലറാണ്, അതും ഈ സ്ഥലത്ത് ജോലി ആയതുകൊണ്ട് ഒറ്റയ്ക്കാ താമസം. ആരെങ്കിലുമൊക്കെ ആയിട്ട് ഇതേപോലെ കിടക്കുന്നതിന് മുന്നേ സംസാരിക്കാറുണ്ട്. ഇതൊക്കെ ഒരു ആശ്വാസമല്ലേ? മനോഹർ അങ്ങോട്ട് ചൂണ്ട തുടങ്ങുകയാണ്. അപ്പം മാഗ്ന വിചാരിക്കുന്നുണ്ട്, ഇയാൾ ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്നതെന്ന്. അത് കഴിഞ്ഞ് മനോഹർ ചോദിക്കുകയാണ്, അല്ല, ചോദിക്കാൻ മറന്നുപോയി, എവിടെയാ താമസം? അപ്പം മാഗ്ന പറയാണ്, അത് പിന്നെ എനിക്ക് സ്ഥലപ്പേര് അറിയില്ല, ഞാനിപ്പോൾ പുതിയതായിട്ടൊരു കമ്പനിയിൽ ജോയിൻ ചെയ്തതേ ഉള്ളൂ. ഓ, അത് ശരി, താമസമൊക്കെ കൊള്ളാലോ അല്ലേ? മനോഹർ ചോദിക്കുകയാണ്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ആ, കുഴപ്പമില്ല, ഞങ്ങളുടെ കമ്പനിയുടെ MDയുടെ വീട്ടിൽ തന്നെയാണ് ഇപ്പോൾ താമസിക്കുന്നത്. ഇനി ഏതെങ്കിലും ഒരു വീടെടുത്ത് മാറണം. അപ്പോൾ മനോഹർ പറയാ, അങ്ങനെ മാറുന്നുണ്ടെങ്കിൽ എന്നോട് പറയണേ, ഞാൻ ചെറിയ റെൻറ്റിന് വീടെടുത്ത് മാറാനുള്ള അവസരം ഉണ്ടാക്കി തരാം. തൽക്കാലം വേണ്ട സർ, മാഗ്ന പറയാണ്. അപ്പോഴേക്കും മനോഹർ നോക്കുമ്പോണ്ട് സരയു മുറിയിലേക്ക് വരികയാണ്. പെട്ടെന്ന് തന്നെ മനോഹർ ടോണൊക്കെ ചേഞ്ച് ആക്കി ആ കോഴിത്തരൊക്കെ മാറ്റിയിട്ട്, ആ, അപ്പോൾ ശരി, ഞാൻ പിന്നെ വിളിച്ചോളാം എന്ന് പറയുകയാണ്. അപ്പം മാഗ്നൊക്കെ ഒന്നും മനസ്സിലാവുന്നില്ല. മാഗ്ന പറയുന്നുണ്ട്, ശരി സർ എന്ന് പറഞ്ഞിട്ടാണ് കോൾ കട്ട് ചെയ്യുന്നത്. സരയു അരികെ വന്നിരുന്ന് ചോദിക്കുന്നുണ്ട്, എന്നെ കണ്ടപ്പോൾ എന്തിനാ ഫോൺ കട്ട് ചെയ്തത്? അപ്പം മനോഹർ പറയാണ്, മോൾ അടുത്ത് വന്നിരിക്കുമ്പോൾ എനിക്ക് ഈ ബിസിനസ് കാര്യങ്ങൾ സംസാരിക്കുന്നത് ഇഷ്ടമേ അല്ല. നമുക്ക് രണ്ടുപേർക്കുമുള്ള സമയം നമുക്ക് രണ്ടുപേർക്കും, അതുകൊണ്ടാണ് ഞാൻ ഈ അമേരിക്കയിലുള്ള ബിസിനസ്സിൻ്റെ ആൾക്കാരെയൊക്കെ ഒഴിവാക്കിയത്. അപ്പോൾ സരയു സ്നേഹത്തോടെ പറയുന്നുണ്ട്, ഞാൻ വന്നെന്ന് കരുതി ബിസിനസ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കണോ മനുവേട്ടാ? അപ്പം മനോഹർ പറയാ, ബിസിനസ് കാര്യങ്ങളെക്കാളും എനിക്ക് വലുത് എൻ്റെ ഭാര്യയാ. അതൊക്കെ കേൾക്കുമ്പോൾ സരയുവിന് അങ്ങോട്ട് സന്തോഷമാവുന്നുണ്ട്. പെട്ടെന്ന് ചോദിക്കുകയാണ്, എന്നിട്ടും നമ്മൾ ഇവിടുന്ന് പോകുന്ന കാര്യമൊന്നും തീരുമാനിച്ചില്ലല്ലോ? മനോഹറിന് അത് കേൾക്കുമ്പോൾ ദേഷ്യം വരും. എന്നാലും സരയുവിൻ്റെ മുന്നിൽ അത് അവതരിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് പറയുന്നുണ്ട്, അതിന് വേണ്ടിയാ ഞാൻ ഇവിടുന്ന് പോകുന്ന കാര്യം എംബസിയുമായിട്ട് സംസാരിച്ചത്. അത് കേട്ടപ്പോൾ സരയുവിന് കുറച്ച് സന്തോഷമാവുന്നുണ്ട്. ആഹാ, അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ നീക്കിക്കൊണ്ടിരിക്കുക. മനോഹർ ഉദ്ദേശിക്കുന്നത് സരയുവിൻ്റെ അടുത്ത് നിന്ന് പോകുന്നതിനെ കുറിച്ചാണ്. അത് പക്ഷേ സരയുവിന് മനസ്സിലാവുന്നില്ല. സരയു പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കണം. അപ്പോൾ മനോഹർ പറയാ, അത് അവിടെ എത്തിക്കഴിഞ്ഞ് ഈ ടെൻഷനൊക്കെ അങ്ങ് പോകും മോളൂ, സുഖമായിട്ട് ജീവിച്ചങ്ങ് മരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സരയുവിനെ ചേർത്ത് പിടിക്കുകയാണ്. സരയു സന്തോഷത്തിൻ്റെ നിർവൃതിയിലാണ്. മനോഹറാണെങ്കിൽ ഇവളെ എങ്ങനെ ഒഴിവാക്കും എന്ന ചിന്തയിലും. മാഗ്ന കിടക്കാൻ തുടങ്ങിയപ്പോഴാണ് വാതിലിൻ്റെ നോക്ക് ചെയ്യുന്ന ശബ്ദം കേട്ടത്. അവൾ സംശയത്തോടെ എഴുന്നേറ്റ് വാതിൽ തുറന്നപ്പോൾ കല്യാണിയായിരുന്നു. അപ്പോൾ കല്യാണി പുഞ്ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, മാഗ്ന കിടന്നോ? കിടക്കാൻ തുടങ്ങിയായിരുന്നു, അപ്പോഴാണ് ഒരു കോള് വന്നത്. ആരാ വിളിച്ചത്? കല്യാണി ചോദിക്കുന്നുണ്ട്. ആരാന്നറിയില്ല, ഇന്ന് ഞാൻ ടെക്സ്റ്റൈൽസിൽ പോയപ്പോൾ വഴി വെച്ച് ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെട്ടിരുന്നു. റോണി എന്നാ പേര് പറഞ്ഞത്. അയാൾക്കെന്നെ മുൻപരിചയമുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇന്നാ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് അയാളെ കാണുന്നത്. ഇതൊക്കെ കേട്ട സമയത്ത് കല്യാണി പറയുന്നുണ്ട്, ഇങ്ങനെ പരിചയമുണ്ടെന്നൊക്കെ പറഞ്ഞ് ചിലരൊക്കെ അടുത്ത് വന്ന് കൂടും, അവരൊന്നും നല്ലവരായിരിക്കില്ല. അപ്പം മാഗ്ന പറയുന്നുണ്ട്, അങ്ങനെയാ എനിക്കും തോന്നുന്നേ. ഇപ്പോൾ വീണ്ടും അയാൾ എന്നെ വിളിച്ചു, അയാൾക്കെന്നെ പരിചയമുണ്ടെന്നാണ് പറയുന്നേ. എവിടെ വെച്ചാൽ പരിചയം എന്ന് ചോദിച്ചില്ലേ? കല്യാണി ചോദിക്കുന്നുണ്ട്. അപ്പം മാഗ്ന പറയാണ്, അത് അയാൾക്ക് ഓർമ്മയില്ലെന്നാണ് പറയുന്നേ.
അതുകൂടെ കേട്ടപ്പോൾ കല്യാണി ഉറപ്പിക്കുകയാണ്. അപ്പം അയാൾ ശരിയല്ല, അയാൾ ഇനിയും പരിചയം പുതുക്കാൻ വിളിക്കും. അത് പിന്നെ സ്ഥിരം വിളിയാവും. എന്തായാലും ഇനി വിളിക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഫോൺ തരാൻ മറക്കണ്ട. മാഗ്ന സമ്മതിക്കുകയാണ്. ഇനിയും അയാളുടെ ശല്യം ഉണ്ടാവുകയാണെങ്കിൽ ആ നമ്പർ നമുക്ക് കിരണേട്ടൻ്റെ കയ്യിൽ കൊടുത്താൽ മതി. പിന്നെ അയാളുടെ സൂക്കേട് കിരണേട്ടൻ തീർത്തോളും. എന്നാൽ പിന്നെ മാഗ്ന കിടന്നോ എന്ന് പറഞ്ഞുകൊണ്ട് കല്യാണി അവിടുന്ന് പോവാണ്. മാഗ്ന വാതിലടിച്ച് വീണ്ടും വന്ന് ബെഡിലിരുന്ന സമയത്ത് മാഗ്നയുടെ മനസ്സിൽ കൂടെ അർജുന് സംഭവിച്ച ആ ഒരു അപകടമാണ് ഓർമ്മ വരുന്നത്. തൻ്റെ കൺമുന്നിൽ വെച്ചിട്ട് തൻ്റെ ഭർത്താവിനെ വെട്ടിക്കൊന്നിട്ടുണ്ടായിരുന്ന ആ ഒരു കാര്യങ്ങൾ അതൊക്കെ ഓർത്ത സമയത്ത് അവൾ അറിയാതെ വയറിന് മുകളിൽ കൈവച്ച് പോവുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ കുഞ്ഞാണല്ലോ വയറ്റിലുള്ളതെന്ന് ആലോചിച്ചുകൊണ്ട്. അർജുനെ ആലോചിച്ചുകൊണ്ട് ഒരുപാട് നേരം അവൾ പൊട്ടിക്കരയാണ്. നേരം വെളുത്തതിന് ശേഷം നമ്മുടെ മനോഹർ നല്ല എക്സസൈസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബാൽക്കണിയിൽ വെച്ച്. മാഗ്ന ആണെങ്കിൽ ഉറക്കം എഴുന്നേറ്റ് ബെഡൊക്കെ വൃത്തിയാക്കി അതിനുശേഷം ജനൽ തുറന്ന സമയത്ത് ആദ്യം തന്നെ കാണുന്നത് അടുത്ത വീട്ടിൽ നിന്ന് എക്സസൈസ് ചെയ്യുന്ന മനോഹറിനെയാണ്. അപ്പോൾ മാഗ്ന ഇങ്ങനെ ആലോചിക്കുകയാണ്, ഇയാളെ ആണല്ലോ ഇന്നലെ കണ്ടത് എന്നിങ്ങനെ മൈൻഡിൽ ആ ഒരു കണ്ടുമുട്ടിയ ആ ഭാഗങ്ങളൊക്കെ ആലോചിക്കുകയാണ്. അതിനുശേഷം അവൾ നേരെ അടുക്കളയിലേക്ക് കല്യാണിയുടെ അമ്മയുടെ അടുത്തേക്ക് പോകുന്ന സമയത്ത് അവർ അടുക്കളയിൽ ചായയും ഭക്ഷണമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന തിരക്കിലാണ്. മാഗ്ന പുഞ്ചിരിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് കല്യാണി ചോദിക്കുന്നുണ്ട്, ആഹാ ഇത്ര നേരത്തെ എണീറ്റോ? എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഞാൻ ചായയുമായിട്ട് അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. അപ്പം ദീപയും പുഞ്ചിരിച്ചുകൊണ്ട് മാഗ്നയോട് പറയുന്നുണ്ട്, ഇവിടെ അടുക്കളയിൽ സഹായിക്കൊന്നും വേണ്ട മോളെ, മോക്ക് വേണ്ടത് എന്താന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. അതൊക്കെ കേൾക്കുന്ന സമയത്ത് മാഗ്നയ്ക്ക് ഒത്തിരി സന്തോഷമാവാണ്. അപ്പം കല്യാണി പറയുന്നുണ്ട്, വയറ്റിലൊരു കുഞ്ഞുണ്ട്, ആ കാര്യം എപ്പോഴും ഓർമ്മ വേണം. പക്ഷെ ഇതൊന്നും മൈൻഡ് ചെയ്യാത്ത രീതിയിൽ മാഗ്ന പറയുന്നത് വേറൊരു കാര്യമാണ്. ചേച്ചി എനിക്കൊപ്പം ഒന്ന് അങ്ങോട്ടേക്ക് വരാമോ? എന്താ മാഗ്നെ? കല്യാണി ഇതായിട്ട് ചോദിക്കുകയാണ് മനസ്സിലാവാത്ത രീതിയിൽ. ഒന്ന് വാ പറയാം. മാഗ്ന വീണ്ടും നിർബന്ധിക്കുകയാണ്. അപ്പോൾ കല്യാണി അമ്മയുടെ മുഖത്തേക്ക് നോക്കുന്ന സമയത്ത് ദീപ പറയുന്നുണ്ട്, ചെല്ല് മോളെ, മാഗ്ന മോക്ക് എന്തെങ്കിലും മോളോട് സംസാരിക്കാനുണ്ടാവും. രണ്ടുപേരും മാഗ്നയുടെ മുറിയിലെത്തിയ സമയത്ത് കല്യാണിയോട് മാഗ്ന പറയുന്നുണ്ട്, ഞാൻ എന്നെ വഴിയിൽ വെച്ച് പരിചയപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ? ആ, അയാൾ ഇന്നലെ രാത്രി വിളിക്കുകയും ചെയ്തിരുന്നില്ലേ? അപ്പം മാഗ്ന പറയുന്നുണ്ട്, ആ അതെ, അയാളാണ് ഇപ്പോൾ അതാ ഓപ്പോസിറ്റ് വീട്ടിൽ നിന്നിട്ട് എക്സസൈസ് ചെയ്യുന്നത്. അപ്പം തന്നെ കല്യാണിയുടെ കണ്ണുകളിൽ സംശയം വന്നിട്ടുണ്ടായിരുന്നു. അവളൊന്നും പറയാതെ വേഗം പോയി ആ ജനാലയുടെ കർട്ടൻ മാറ്റി നോക്കുന്ന സമയത്ത് അടുത്ത വീട്ടിൽ നിന്ന് മനോഹർ എക്സസൈസ് ചെയ്യുന്നതാണ് കാണുന്നത്. ദേഷ്യത്തോടെ കർട്ടൻ വലിച്ചിട്ടിട്ട് മാഗ്നയ്ക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് അവൾ ചോദിക്കുന്നുണ്ട്, അത് അവനാണോ? അപ്പം മാഗ്ന പറയാണ്, അതെ. അതുകൂടെ കേട്ട ശേഷം കല്യാണി പറയാണ്, കഥകൾ ഒരുപാട് എനിക്ക് മാഗ്നയോട് പറയാനുണ്ട്. അവനാണ് അയലത്തെ വീട്ടിലെ പെൺകുട്ടിയുടെ ഭർത്താവ് മനോഹർ. അപ്പം മാഗ്ന സംശയത്തോട് ചോദിക്കുകയാണ്, അയാളുടെ കല്യാണമൊക്കെ കഴിഞ്ഞതാണോ? കല്യാണം കഴിഞ്ഞതാണോന്നോ? ഒന്നല്ല, അവനൊരു1000 പെൺകുട്ടികളെങ്കിലും കല്യാണം കഴിച്ചിട്ടുണ്ട്. കല്യാണി വെറുപ്പോടു കൂടിയാണ് മനോഹറിനെ കുറിച്ച് സംസാരിക്കുന്നത്. അത് കേട്ട സമയത്ത് മാഗ്ന ശരിക്കും ഷോക്ക്ഡായി പോവാണ്. അടുത്ത ചൂണ്ടയിൽ കൊത്തുമോയെന്ന് അറിയാനാ മാഗ്നയെ സമീപിച്ചിരിക്കുന്നത്. മാഗ്നയുടെ സാഹചര്യമൊന്നും മനസ്സിലാക്കാതെ. അപ്പം മാഗ്ന ചോദിക്കുന്നുണ്ട്, അവൻ അത്രയ്ക്കും ഫ്രോഡാണല്ലേ? ആണോന്നോ? അവനെപ്പോലെ ഒരുത്തൻ അവൻ മാത്രമേ കാണൂ. സത്യം പറഞ്ഞാൽ നമ്മൾ കഥകളിൽ പോലും വായിച്ചിട്ടുണ്ടാവില്ല ഇതുപോലൊരു അവതാരത്തെപ്പറ്റി. കല്യാണി വെറുപ്പോടു കൂടിയാണ് മനോഹറിനെ കുറിച്ച് സംസാരിക്കുന്നത്. ആ, ഇപ്പം തന്നെ എന്തായാലും അവനെ ഇങ്ങോട്ടേക്ക് വരുത്താം. അപ്പം മാഗ്ന ചോദിക്കുന്നുണ്ട്, ഇങ്ങോട്ടോ? ആ, അവനെ വിളിച്ചാ അവന് വന്നേ പറ്റൂ. അപ്പം മാഗ്ന ചോദിക്കുന്നുണ്ട്, ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ട് എന്തിനാ? അപ്പം കല്യാണി ചിരിച്ചുകൊണ്ട് പറയാണ്, മോള് പേടിക്കണ്ട, അവൻ്റെ ഇപ്പോഴത്തെ സൂക്കേട് മാറ്റിക്കൊടുക്കണ്ടേ? അല്ലെങ്കിൽ ഇനിയും അവനെ കൊണ്ടുള്ള ശല്യം മാഗ്നയ്ക്കുണ്ടാവും. അതുകൊണ്ട് അവനോട് ഇങ്ങോട്ടേക്ക് വരാൻ പറയാം. വീട്ടുകാരുടെ കണ്ണ് വെട്ടിച്ച് ഇങ്ങോട്ടേക്ക് വരാൻ പറയാം. അവർ കാണേ അവൻ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല. അയൽ വീട്ടിലുള്ളവർ ശത്രുക്കളാണെന്ന് ഞാൻ മാഗ്നയോട് പറഞ്ഞിരുന്നില്ലേ? ആ, ആരും കാണാതെ അവൻ ഇങ്ങോട്ടേക്ക് എത്തട്ടെ. എന്തായാലും നീ ജനലിങ് അടച്ചേക്ക്. അതും പറഞ്ഞ് കല്യാണി അവിടുന്ന് പോവുകയാണ്. അപ്പം തന്നെ മാഗ്ന ജനലടക്കുകയും ചെയ്യുന്നുണ്ട്. കല്യാണി നേരെ പോയത് കിരണിൻ്റെ അടുത്തേക്കാണ്. കിരൺ ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇരുന്നിട്ട് കല്യാണി പറയുന്നുണ്ട്, കിരണേട്ടാ, ഞാൻ ഇന്നലെ രാത്രി ഒരു കാര്യം പറഞ്ഞായിരുന്നല്ലോ. ഏതോ ഒരുത്തൻ ഫോണിൽ വിളിച്ച് മാഗ്നയെ ശല്യം ചെയ്യുന്നു. അവൻ ആരാണെന്നറിയോ? അയലത്തവൻ തന്നെ. ആര്? മനോഹരോ? കിരൺ ചോദിക്കുന്നുണ്ട്. ആ അതെ, സരീവിൻ്റെ അടുത്തുനിന്ന് ഏതായാലും പോവാനുള്ള സമയമായല്ലോ, അതുകൊണ്ട് പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടുക. അപ്പോൾ കിരൺ പറയുന്നുണ്ട്, അവൻ ആള് കൊള്ളാലോ. ഇന്നലെ മാഗ്നയെ കണ്ടപ്പോൾ തന്നെ അടുത്തുകൂടി, അവളെ നേരത്തെ കണ്ടിട്ടുണ്ടെന്നും പറഞ്ഞ്, എന്നിട്ട് ഫോൺ നമ്പറും വാങ്ങി. അപ്പോൾ കിരൺ കുറച്ച് ദേഷ്യത്തോട് പറയുന്നുണ്ട്, ആ അതാ കുഴപ്പം, ആദ്യമായിട്ട് കണ്ട ഒരുത്തൻ പരിചയമുണ്ടെന്നും പറഞ്ഞ് വരുമ്പോൾ അവനിക്ക് എന്തിനാ ഫോൺ നമ്പർ കൊടുക്കുന്നത്? അത് തെറ്റാന്നുള്ളത് കല്യാണി അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ അവൾ പറയാണ്, അത് പാവം ആ സമയത്ത് ചോദിച്ചപ്പോൾ അറിയാതെ കൊടുത്തു പോയതായിരിക്കും. എന്നാലും ആ ഫോൺ നമ്പർ വെച്ച് രാത്രി തന്നെ വിളിച്ചപ്പോൾ ആ വിളിച്ചവൻ അത്ര ശരിയല്ലെന്ന് എനിക്ക് തോന്നി. ആ അതാ ഞാനും പറഞ്ഞത്. ഏതായാലും ആളെ പിടികിട്ടിയല്ലോ, ഇനി അവൻ മാഗ്നയെ ശല്യം ചെയ്യരുത്. ഇനിയിപ്പോൾ എന്താ വേണ്ടത്? കിരൺ ചോദിക്കുക. കിരണേട്ടൻ എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ അത് ചെയ്തോ. കിരൺ നേരെ മനോഹറിനെ കോൾ ചെയ്യാണ്. മനോഹർ ഫോൺ എടുത്തപ്പോൾ തന്നെ കിരണിൻ്റെ നമ്പർ കണ്ടപ്പോൾ തന്നെ പേടിയാവുന്നുണ്ട്. ഷെടാ, അവനാണല്ലോ വിളിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത തലവേദന എന്താ? ആ കിരൺ സാറേ. എന്താ സാറേ?
എടാ എനിക്ക് നിന്നെ ഒന്ന് കാണണം. എപ്പോഴാ സാറേ? ഇപ്പം തന്നെ. അപ്പം മനോഹർ ചോദിക്കുന്നുണ്ട്, ഇപ്പോഴോ? എന്താ കാണാൻ പറ്റില്ലേ? സാറേ ഞാൻ വീട്ടിലാ, ഞാനും വീട്ടിലുണ്ട്, അതുകൊണ്ട് നിന്നോട് ഇങ്ങോട്ട് വരാനാണ് ഞാൻ പറഞ്ഞത്. അപ്പം മനോഹർ കുറച്ച് പേടിയോടെ പറയുന്നുണ്ട്, സാറേ ഞാൻ അങ്ങോട്ട് വരുന്നത് കണ്ട് ആരെങ്കിലും കണ്ട പ്രശ്നമാവും സാറേ. അപ്പം കിരൺ കളിയാക്കൊണ്ട് പറയുന്നുണ്ട്, ആ നീ വലിയ ബുദ്ധിമാനല്ലേ, അവരൊക്കെ കാണാതെ വരാനുള്ള തലച്ചോറ് നിനക്കില്ലേ? അപ്പം ദേഷ്യത്തോടെ മനോഹർ അറിയാത്ത ഇതിൽ സംസാരിക്കുന്നുണ്ട്, സാറേ പുറത്ത് വെച്ച് കണ്ടാൽ പോരെ സാറേ. എടാ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും നിന്നെ ഇപ്പം തന്നെ കാണണം, അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തുന്നത്. കിരണും ദേഷ്യത്തോടെയാണ് സംസാരിച്ചത്. എത്രയും പെട്ടെന്ന് നീ ഇങ്ങോട്ടേക്ക് എത്തണം, അതെങ്ങനെയാണെന്നൊന്നും എനിക്കറിയണ്ട. ലോകം മുഴുവൻ ഭാര്യമാരുള്ള നിനക്ക് ഇതുപോലൊരു ചെറിയ കാര്യം നടത്തുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ലല്ലോ. ശരി സാറേ, ഞാൻ ശ്രമിക്കാം. മനോഹർ പറയുമ്പം കിരൺ പറയുന്നുണ്ട്, അങ്ങനെ ശ്രമമൊന്നും വേണ്ട, ഇങ്ങോട്ട് വന്നാൽ മതി, കേട്ടല്ലോ. കോള് കെട്ടിയിട്ട് മനോഹർ വിചാരിക്കുന്നുണ്ട്, ഷോ ഇവനിപ്പം ഇനി എന്തിനാണോ എന്തോ. കിരൺ കല്യാണിയോട് പറയുന്നുണ്ട്, അവനിങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇന്നത്തോടെ ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യണം. അപ്പം കല്യാണി സങ്കടത്തോടെ പറയുന്നുണ്ട്, എന്നാലും അവൻ്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ലല്ലോ കിരണേട്ടാ. അവൻ ഈ ജന്മത്തിൽ മാറത്തില്ല കല്യാണി, അങ്ങനെ മാറുവാണെങ്കിൽ അവൻ്റെ പേരും നാളും ജാതകവും ഒക്കെ മാറ്റേണ്ടി വരും. അപ്പോൾ കല്യാണി സങ്കടത്തോടെ പറയാണ്, ഇതിപ്പോൾ നമ്മൾ അറിഞ്ഞതുകൊണ്ട് അവൻ പിടിക്കപ്പെട്ടു, ഇങ്ങനെ എത്ര പെൺകുട്ടികളുടെ പിന്നാലെ അവൻ നടക്കുന്നുണ്ടാവും. ഇതൊരു ബിസിനസ്സായിട്ട് എടുത്തവനെ അതൊന്നും ഒരു പ്രശ്നമല്ല. കിരൺ പറയുന്നുണ്ട്, എന്തായാലും മാഗ്നയോടൊന്ന് ഒരുങ്ങിയിരിക്കാൻ പറ. അതെന്തിനാ? കല്യാണി ചോദിക്കുക. നീ പോയി പറ കല്യാണി. മനോഹരുടെ എല്ലാവരുടെയും കണ്ണു വെട്ടിച്ചിട്ട് എങ്ങനെയൊക്കെയോ സ്റ്റെപ്പ് ഇറങ്ങി താഴെ വന്നിരിക്കുക പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ മുറ്റത്തേക്ക് ഇറങ്ങുന്നതിന് മുന്നേ സരയു വിളിക്കും, മനുവേട്ടാ ദാ ചൂട് ചായ. ആഹാ മോള് ചായ ഇട്ടോ? മനോഹർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശാരി പിന്നാലെ വന്നിട്ട് പറയുന്നുണ്ട്, മനുവേട്ടനൊരു ചൂട് ചായ കൊടുക്കണം എന്ന് പറഞ്ഞ് മോള് തന്നെ ഇട്ടതാ. ഇത് കുടിക്കും മനുവേട്ടാ, സരി സ്നേഹത്തോടെ പറയാണ്. അപ്പോൾ മനോഹർ പറയുന്നുണ്ട്, ഞാനൊന്ന് നടക്കാനായിട്ട് ഇറങ്ങിയതാ, വന്നിട്ട് കുടിച്ചാൽ പോരെ? അപ്പോൾ സരി സ്നേഹത്തോടെ പറയുന്നുണ്ട്, അത് പോരാ, ഇപ്പം എക്സസൈസ് ചെയ്തതാണല്ലോ, പിന്നെ എന്തിനാ നടക്കാൻ പോകുന്നേ? ഒരു തൃപ്തി കിട്ടിയില്ല, ഇനിയൊന്ന് നടന്നാലേ ശരിയാവൂ. അപ്പോൾ ശാരി പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ മോൻ ചായ കുടിച്ചിട്ട് മോളുമായിട്ട് നടക്കാൻ പോയിക്കോ. അപ്പോൾ മനോഹർ വിചാരിക്കുന്നുണ്ട്, എൻ്റെ ഭഗവാനെ, ഇവളുമായിട്ട് ഒന്നിച്ചു പോയാൽ അവൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പറ്റില്ലല്ലോ. അപ്പോൾ സരയു ചോദിക്കുന്നുണ്ട്, എന്താ ആലോചിക്കുന്നേ? എൻ്റെ മോളെ ഇനിയുള്ള ദിവസങ്ങളിൽ അത്ര നടത്തൊന്നും വേണ്ട. അപ്പോൾ ശാരി പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ്, ഇനിയല്ലേ മോനെ നടക്കേണ്ടത്? അത് അമ്മ ഇവിടെ എന്തെങ്കിലും ജോലി ചെയ്യിപ്പിച്ചാൽ മതി, ഞങ്ങൾ ഒന്നിച്ച് പുറത്തു പോയാലേ മോളൂനെ കണ്ട് പ്രാകാനൊക്കെ ഒരുപാട് പേരുണ്ട്. കുഞ്ഞ് വളർന്നുകൊണ്ടിരിക്കുക. മനോഹർ സ്നേഹത്തോടെ പറയാ. അത് കേട്ടപ്പോൾ സരയുവിന് സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ ശാരി പറയാ, അത് മോൻ പറഞ്ഞത് ശരിയാ. അപ്പോൾ സരയു പറയുന്നുണ്ട്, എന്നാലും മനുവേട്ടൻ്റെ കൂടെ നടക്കുന്ന എനിക്കിഷ്ടമാണ്, അതിന് ഞാൻ എപ്പോഴും മോളുടെ കൂടെ ഉണ്ടല്ലോ. കൂടെ ഉണ്ടെന്നൊന്നും പറയണ്ട, ഇടയ്ക്കിടയ്ക്ക് മുങ്ങുന്നുണ്ട്. സരയു പറയാണ്, എൻ്റെ മോളൂ, നമ്മൾ ഇവിടുന്ന് പോകുന്നത് വരെ എൻ്റെ ബിസിനസ് കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? പോരാത്തതിന് സ്റ്റാഫുകൾ വന്നിട്ടുണ്ട്. അത് കേട്ടപ്പോൾ സന്തോഷത്തോടെ സരയു ചോദിക്കുകയാണ്, എന്നാൽ പിന്നെ എന്നെയും കൂടെ അവരുടെ അടുത്തേക്ക് കൊണ്ടുപോയാൽ എന്താ? അപ്പം മനോഹർ പറയാം, മോളുടെ ഇപ്പോഴത്തെ അവസ്ഥ എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ് മോളെ ഞാൻ കൂടുതലായിട്ട് പുറത്ത് കൊണ്ടുപോകാത്തത്. ഒന്നാമത് ഈ റോഡൊന്നും ശരിയല്ല. കഴിഞ്ഞ ദിവസം നടന്നത് ഓർമ്മയുണ്ടല്ലോ, പെട്ടെന്നൊരു ഗട്ടറിൽ പോയി വീണത്. അപ്പം ശാരി ചോദിക്കുന്നുണ്ട്, അയ്യോ അങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നോ? സംഭവിച്ചോന്നോ? നല്ല മഴയായിരുന്നു, റോഡ് ഏതാ തോടേതാന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. ആ നേരത്തെ വീണത്. പിന്നെ വയറുവേദനയായി ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്ന് സ്കാൻ ചെയ്തപ്പോൾ കുഴപ്പമില്ലെന്ന് അറിഞ്ഞപ്പോഴാണ് സമാധാനമായത്. അപ്പോൾ ശാരി സങ്കടത്തോടെ ചോദിക്കുന്നുണ്ട്, എന്നിട്ട് ഇത് എന്നോട് പറഞ്ഞില്ലല്ലോ? ഞാനാ പറഞ്ഞത് അമ്മയെ വിഷമിപ്പിക്കാനായിട്ട് ഇതൊന്നും അമ്മയോട് പറയണ്ടെന്ന്. എന്നാൽ പിന്നെ മോള് പോണ്ട, ശാരി പറയാണ്. ആ അതാ ഞാനും പറഞ്ഞത്. ചായ കുടിക്കുന്നില്ലേ? സരയു വീണ്ടും ചോദിക്കുകയാണ്. ഓ ശല്യം, അവളുടെ ഒരു ഒടുക്കത്തെ ചായ. പിന്നെ പ്രശ്നമാക്കണ്ടെന്ന് വെച്ചിട്ട് മനോഹർ ആ ചായ വാങ്ങി കുടിക്കുകയാണ്. മാത്രമല്ല ഒന്ന് പുകഴ്ത്താനും മറക്കുന്നില്ല. ഏലക്കായും ഗ്രാമ്പും ഒക്കെ ഇട്ട മസാല ചായ അല്ലേ ഇത്? എങ്ങനെ മനസ്സിലായി? സൂപ്പർ. മനോഹർ ഇങ്ങനെ പുകഴ്ത്താണ് സരയുവിനെ. എനിക്ക് മസാല ചായ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തതാണല്ലേ? അപ്പോൾ സരയു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശാരി ചോദിക്കുകയാണ്, ഞാൻ എന്നും മസാല ചായ ആണല്ലോ മോൻ ഇട്ട് തരുന്നത്, എങ്കിലും മോളിന്ന് അറിഞ്ഞ് മസാല ഇട്ടിട്ടുണ്ട്, നന്നായിട്ടുണ്ട്, സൂപ്പർ. സരയുവിനെ പൊക്കി അങ്ങോട്ട് പീഠത്തിൻ്റെ മുകളിൽ വെക്കുകയാണ്. സരയു ആണെങ്കിൽ സന്തോഷത്തിൽ അമ്മയെ നോക്കുകയാണ്. പക്ഷെ മനോഹർ മനസ്സിൽ വിചാരിക്കുകയാണ്, ഓ ഈ മസാലയെല്ലാം കൂടി അവൾ വല്ല ബിരിയാണിയിൽ ഇടേണ്ടതായിരുന്നു. കഷ്ടപ്പെട്ട് രണ്ടിറക്കും കൂടെ കുടിച്ചിട്ട് ബാക്കി സരയുവിന് കൊടുത്തപ്പോൾ സരയു പറയുന്നുണ്ട്, അയ്യോ മുഴുവനും കുടിച്ചില്ലല്ലോ, ഞാൻ പോയി വന്നിട്ട് ബാക്കി കുടിക്കാം, കുറച്ചുകൂടെ എടുത്തു വെക്ക്, എനിക്കിഷ്ടപ്പെട്ടു. അമ്മേ ഞാൻ പോയിട്ട് വരേ. ശരി. അപ്പോൾ മനോഹർ പോയ ശേഷം ശാരി പറയുന്നുണ്ട്, എന്തൊരു കെയറിങ്ങാ മോളെ. സരയും പറയാം, അതെ അതെ, കൈ വെള്ളയിൽ എന്നെ കൊണ്ട് നടക്കുന്നേ. ഇനിയിപ്പോൾ കുഞ്ഞ് ജനിച്ച് കഴിയുമ്പോൾ ഇക്കണക്കിന് അതിനോട് എന്ത് സ്നേഹമായിരിക്കും. സ്നേഹം കൊണ്ട് കുഞ്ഞിനെ കൊല്ലും, കുഞ്ഞിൻ്റെ അടുത്തുനിന്ന് മാറില്ല, അതാ സ്വഭാവം. ശാരി പറയാണ്. മനോഹർ എങ്ങനെയൊക്കെയോ പമ്മി കിരണിൻ്റെ വീട്ടിലെത്തി. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞും മറിഞ്ഞൊക്കെ നോക്കിക്കൊണ്ടാണ് വരുന്നത്. അപ്പോൾ കിരൺ വന്നു കയറിയപ്പോൾ തന്നെ ചോദിക്കുന്നുണ്ട്, ഓ നീ എത്തിയല്ലേ, അവിടെ ആരെങ്കിലും കാണുമെന്നൊക്കെ നിനക്ക് പേടിയുണ്ടല്ലേ? എന്നാൽ പിന്നെ അകത്തോട്ടേക്ക് വാടാ. കിരൺ അകത്തേക്ക് ക്ഷണിക്കുകയാണ്. അപ്പം മനോഹർ ചോദിക്കുന്നുണ്ട്, എന്തിനാ എന്നെ വിളിച്ചത്? നിന്നെ എനിക്കൊന്ന് കാണാനാടാ, എനിക്ക് നിന്നെ ഒന്ന് അടുത്തുനിന്ന് കാണണം തോന്നി, എനിക്കും എൻ്റെ കല്യാണിക്കും.
അല്ല നിനക്കെന്താടോ ഒരു പേടി? അപ്പം മനോഹർ ചോദിക്കുന്നുണ്ട്, അല്ല പെട്ടെന്ന് വിളിച്ച് ഒന്ന് കാണണമെന്ന് പറഞ്ഞപ്പോൾ എനിക്കെന്തോ ഒരു സംശയം പോലെ. ഞാനിപ്പോൾ തെറ്റൊന്നും ചെയ്യുന്നില്ല കിരൺ സാറേ, നിങ്ങൾ പറയുന്നതൊക്കെ അതുപോലെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കിരണും പറയാണ്, അതെനിക്കറിയാലോ, നീ തെറ്റ് ചെയ്തെന്ന് ഞാൻ പറഞ്ഞോ? നീയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശരി, അതുകൊണ്ടാ എനിക്ക് നിന്നെ കാണണമെന്ന് തോന്നിയത്. പിന്നെ നിന്റെ ബിസിനസ്സൊക്കെ എങ്ങനെ പോകുന്നു? അപ്പം മനോഹർ ചോദിക്കുക, ബിസിനസ്സോ? ആ, നിനക്കൊരു ബിസിനസ് ഉണ്ടല്ലോ, ഈ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ പാട്ടിലാക്കി പണം തട്ടുന്ന ബിസിനസ്. അപ്പം മനോഹർ പറയാം, ഇപ്പം അതൊന്നും ഇല്ല സാർ, എങ്ങനെയെങ്കിലും ഇവിടെ നിന്നൊന്ന് രക്ഷപ്പെടണം. അപ്പോൾ കിരൺ ചോദിക്കുന്നുണ്ട്, അതിനങ്ങനെ പറ്റുവാടാ? ഏത് നാട്ടിൽ പോയാലും നിനക്ക് ഭാര്യമാരില്ലേ, പിന്നെ നിനക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റുമോ? പിന്നെ നീ ഇപ്പോൾ സരിയുനെ അവളുടെ അമ്മയും പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്ന നാടകങ്ങളുണ്ടല്ലോ, കൊറിയ, ജപ്പാൻ, ഇറ്റലി, ഫ്രാൻസ്, ഇവിടെയൊക്കെ പോയാൽ ചിലപ്പോൾ നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. അപ്പം മനോഹറും പറയുന്നുണ്ട്, ഫോറിൻ കൺട്രീസിലൊക്കെ പോകണം തന്നെയാണ് ആഗ്രഹം. ആയിക്കോട്ടെ, അതിനു മുമ്പ് നിന്നെ വേറെ ഏതെങ്കിലും കൺട്രിയിലേക്ക് ആരും പറഞ്ഞു വിടാതിരുന്നാൽ കൊള്ളാം. മനോഹറിനെ ഒന്ന് ചേർത്ത് നിർത്തിക്കൊണ്ടൊക്കെയാണ് കിരൺ സംസാരിക്കുന്നത്. എന്തോ അർത്ഥം വെച്ചുള്ള ടോക്കാണെന്ന് മനോഹറിന് മനസ്സിലാവുന്നുണ്ട്. ദേ മോളിലൊരു രാജ്യമുണ്ടല്ലോ, സ്വർഗരാജ്യം, ഏതായാലും അകത്തേട്ടേക്ക് വാ എന്നും പറഞ്ഞ് കിരൺ അകത്തേക്ക് പോവുകയാണ്. പക്ഷെ കിരണിൻ്റെ പിന്നാലെ പോകാനുള്ള ധൈര്യം ഇല്ലാതെ നിൽക്കുകയാണ് മനോഹർ. അവൻ വിചാരിക്കുന്നുണ്ട്, ദൈവമേ, ഇവൻ എന്നെ അകത്തേക്ക് വലിച്ചു കയറ്റി ഇടിച്ച് പരിവാക്കാനാണോ എന്നറിയില്ല. അകത്തേക്ക് കയറി മനോഹർ സോഫയിൽ ഇരിക്കുമ്പോഴേക്കും പെണ്ണ് കാണൽ ചടങ്ങ് പോലെ ചായക്കപ്പുമായിട്ട് നേരെ വരുന്നത് മാഗ്നയാണ്. അത് കണ്ടപ്പോൾ മനോഹർ ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. അവിടെയായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.